സുഭാഷ് ബാബു സർ, അതുല്യയുടെ മരണം എങ്ങനെ സംഭവിച്ചതാകാം എന്നാണ് താങ്കൾ കരുതുന്നത്? ഇതിലിപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ അന്വേഷണം പോകേണ്ടത്? അല്ല, ഇതെന്തായാലും ശരിയ ഒരു പീഡനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായതാണ്. കാരണം ഇന്നും ഇന്നലെയല്ല, തുടർച്ചയായിട്ട് ഏതാണ്ട് ഒരു 8-9 വർഷത്തോളം ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നതായിട്ടുള്ള ഇപ്പം നമ്മൾ അവരുടെ ആ കുട്ടിയുടെ അമ്മയും അയൽവാസിയും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു. അതെന്തായാലും ശരി, കളവല്ല, അത് സത്യസന്ധമായ കാര്യമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ശരി, പീഡന ആരോപണം 100% ശരിയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടാം. പിന്നെ പ്രത്യേകിച്ച് ഇലക്ട്രോണിക് എവിഡൻസുകളൊക്കെ ഈ കുട്ടി തന്നെ രേഖപ്പെടുത്തുകയും അത് പല ആളുകൾക്കും അതാത് സമയത്ത് തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് ആകസ്മികമായിട്ട് പെട്ടെന്ന് ആലോചിച്ചുണ്ടാക്കിയ ഒരു സംഭവമല്ല. ഇതൊരു തുടർ സംഭവത്തിൻ്റെ ഒരു പര്യവസാനം എന്നുള്ള രീതിയിലാണ് ഈ ആത്മഹത്യ കൊലപാതകം എന്തായാലും നടന്നിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഇതിൽ ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്ത് ചെന്ന് ഇന്ത്യൻ നിയമപ്രകാരമുള്ള ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ ആ കുറ്റത്തിന് ആ പൗരനെ ഇന്ത്യയിൽ പ്രോസിക്യൂട്ട് ചെയ്യാമെന്നാണ് നമ്മുടെ നിയമം. അതനുസരിച്ച് ഇവിടെ ഈ വ്യക്തിയെ ഈ സതീശനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്തായാലും ശരി ഇവിടെ നടപടികൾ സ്വീകരിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്തിട്ട് ശേഷം അവിടെ എംബാം ചെയ്തിട്ടാണ് ബോഡി കൊണ്ടുവരുന്നത്. എംബാം ചെയ്യാതെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല. അവർ സമ്മതിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ സൗകര്യമാണ്. ഇവിടെ വന്നതിന് സമയത്ത് നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാം. ചെയ്തതിന് ശേഷം ആ തെളിവിൻ്റെ പശ്ചാത്തലത്തിൽ ബാക്കിയുള്ള തെളിവുകളൊക്കെ അവിടെ പോയി ഇവിടുന്ന് ശേഖരിക്കാം. ബാക്കിയുള്ള തെളിവുകളൊക്കെ അവിടെ പോയിട്ട് പോലീസിന് അവിടെ പോയിട്ട് അന്വേഷിക്കാം. ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എക്സാമിനേഷൻ ട്രീറ്റുള്ള ഒരു രാജ്യമാണ്. അവർക്ക് ഇവിടുന്ന് എഴുതി ചോദിച്ചാൽ തന്നെ അവർ ആ ക്വസ്റ്റ്യനെയറിന് ആ സാക്ഷികളിൽ നിന്നും അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിലൂടെ റെക്കോർഡ് ചെയ്യാം. അതൊക്കെ ഇപ്പം അനുവദനീയമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ പോലീസിന് അന്വേഷണം നടത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനെ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് തെളിവ് ശേഖരിച്ചതിന് ശേഷം പോലീസിന് അതൊരു ചാർജിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിനൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ എന്തായാലും ഇതിൻ്റെ പശ്ചാത്തലം കേസ് നടന്നിട്ടുണ്ട്, കോടതിയിലെ തെളിവുകൾ, ഇതെല്ലാം കൊണ്ട് ഇതൊരു പൂർണ്ണമായിട്ടും അന്വേഷണത്തിൽ ഫലപ്രദമായ രീതിയിൽ ഒരു പ്രോസിക്യൂഷനിലേക്ക് കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലുള്ള കേസായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് വളരെ വിചിത്രമായ കാര്യമാണ്. ഇത്രയും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടിട്ടും ആ കുട്ടിയുടെ വീട്ടുകാരൊക്കെ ആ കുട്ടിയോടൊപ്പം നിന്നിട്ടും ഈ ബന്ധം വേർപെടുത്താനുള്ള മതിയായ സാഹചര്യങ്ങളും പീഡനവും ഉണ്ടായിട്ടും അത് ആവർത്തിച്ചുണ്ടായിട്ടും ആ കുട്ടി അവസാനം വരെ വീണ്ടും പ്രതീക്ഷയിലിരിക്കുകയും കുട്ടിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ അവസാനം ഒരു ജോലി കിട്ടിയേ അതിലൂടെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാമെന്നുള്ള സാഹചര്യം വന്നു. പക്ഷേ ഈ മനുഷ്യനെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഒരു സംശയരോഗിയാണ്. ആ സൈക്കോപാത്ത് എന്ന് പറയുന്ന നമുക്കറിയാമല്ലോ, അങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആ വ്യക്തി സാധാരണ സ്വഭാവത്തിലിരിക്കുന്ന അവസരത്തിൽ വലിയ സ്നേഹവും പ്രേമവും കരുണയും ശ്രദ്ധയും ഒക്കെ കാണിക്കും. പക്ഷേ മദ്യപിച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിന് സമനില തെറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം, അഭീവത്സ സ്വഭാവം അദ്ദേഹം പ്രദർശിപ്പിക്കുന്ന അതാണ് ഇവരുടെ സാധാരണ സ്വഭാവം. അതിൻ്റെ ഭാഗമായിട്ട് ഇയാൾ ചെയ്യുമ്പോൾ ഒരു കാലത്തും ഇയാൾ മദ്യപാനം നിർത്താത്തിടത്തോളം കാലം ഒരു കാലത്തും ഇയാൾ നന്നാവില്ല എന്ന് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഇത് ഇത്രയും നാൾ തുടർന്നു എന്ന് ആലോചിച്ചിട്ട് എനിക്ക് പോലും അതിനൊരു ഉത്തരം പെട്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഇത് വളരെ ദൗർഭാഗ്യകരമായി പോയി. എന്തായാലും ഫലപ്രദമായി കേസ് അന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് കഴിയും. പ്രത്യേകിച്ച് ഇത്രയും തെളിവുകൾ സാധാരണ ഇങ്ങനെയുള്ള കേസുകളിൽ കിട്ടാറില്ല. ഈ കേസുകളിൽ അത് വളരെ ഭംഗിയായ രീതിയിൽ ആ കുട്ടി ബോധപൂർവം അല്ലെങ്കിൽ തന്നെ തൻ്റെ വൈഷമ്യം കൊണ്ടും മനോവിഷമം കൊണ്ടും മറ്റാളുകളെ ഇതൊക്കെ അറിയിക്കണം എന്നുള്ളത് കൊണ്ട് അറിയിച്ചതിൻ്റെ പശ്ചാത്തലമായതുകൊണ്ട് ഈ കേസിൽ നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് സാധിക്കും. അങ്ങനെ ചെയ്യാനുള്ള ബാക്കിയുള്ള സഹായ സഹകരണങ്ങൾ ഇവിടുന്ന് ഉണ്ടാകണം. അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻറ്റുകൾ എന്തായാലും അവിടെ കാര്യമായിട്ടൊന്നുമില്ല, തെളിവ് ശേഖരണം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഈ കുട്ടിയെ അറിയുന്ന ആളുകൾ, പ്രത്യേകിച്ച് ആ കുട്ടിയുടെ സഹോദരി അവിടെ ഉണ്ട്, അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോകളുള്ളത് കൊണ്ട് എന്തായാലും അതാത് സമയത്തെയാണെന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ തെളിവ് ശേഖരണം നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം.